നമസ്തേ. വാർത്താസമ്പന്നമായ ഒരു പകൽ അരമണിക്കൂറിൽ കാണാം. സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. സോഷ്യൽ മീഡിയ വഴി മതവിദ്വേഷം പടർത്താൻ ശ്രമിച്ചതിന് അസം സ്വദേശി പിടിയിലായ സംഭവത്തിൽ പുറത്തുവരുന്നത് നിർണായകമായ വിവരങ്ങൾ. അസം മോറിഗോൺ സ്വദേശിയായ റോഷിദുൾ ഇസ്ലാമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ബംഗ്ലാദേശിലുള്ള ഇയാളുടെ ആത്മാവിനുമായി ഫോൺ വഴിയും പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും പാകിസ്ഥാനിൽ നിന്ന് മാരക പ്രഹരശേഷിയുള്ള AK-47 തോക്കുകൾ വാങ്ങാൻ ശ്രമങ്ങൾ നടത്തിയതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നത്, അതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത്, മതവിദ്വേഷം പകർത്തുന്നത്, ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നിന്ന് AK-47 തോക്കുകൾ സമാഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയൊരു ശൃംഖലയുടെ ഭാഗമാണ് തൃശ്ശൂരിൽ അറസ്റ്റിലായിരിക്കുന്ന അസം സ്വദേശി. പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, കഴിഞ്ഞ ദിവസമാണ് കയ്പമംഗലം പോലീസ് അസം മൊറിഗോൺ സ്വദേശിയായിട്ടുള്ള റോഷിദുൾ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇയാൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഒപ്പം തന്നെ ഇയാളുടെ നമ്പറുകളും പരിശോധിച്ചതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്ന് AK-47 അടക്കമുള്ള ആയുധങ്ങൾ, മാരക പ്രഹരിശേഷിയുള്ള AK-47, അതേപോലെ തന്നെ 9mm പിസ്റ്റൾ അടക്കം വാങ്ങുന്നതിന് വേണ്ടി ഇയാൾ ശ്രമം നടത്തി എന്നുള്ളതാണ് കയ്പമംഗലം പോലീസ് കണ്ടെത്തിയിട്ടുള്ള സുപ്രധാന വിവരം. അത് മാത്രമല്ല, ഈ AK-47 അടക്കമുള്ള ആയുധങ്ങൾ വാങ്ങാൻ ഇയാൾ നീക്കം നടത്തിയെന്ന പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതോടുകൂടി ദേശീയ അന്വേഷണ ഏജൻസി കൂടെ ഇതിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. പ്രാഥമിക വിവരങ്ങൾ പോലീസിൽ നിന്നും NIA കൊച്ചി യൂണിറ്റാണ് തേടിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏത് വിധത്തിൽ വേണം ഈ AK-47 അല്ലെങ്കിൽ അതുപോണക്കുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അതെങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കാമെന്നുള്ള കാര്യത്തിൽ ഇയാൾ ഗവേഷണം നടത്തുകയായിരുന്നു. ഒപ്പം തന്നെ ഈ കയ്പമംഗലത്തെ ഒരു പടുത അല്ലെങ്കിൽ പന്തൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗമായി നിന്ന് തൊഴിൽ ചെയ്യുന്നതിനിടയിലാണ് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ നിരീക്ഷണത്തിൽ നിന്നാണ് ഇയാൾ പതിവായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകൾ ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പുറത്തു വരാൻ തുടങ്ങിയത്. ഇത് ചില പരാതികളായി പുറത്തു വന്നതോടെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴേക്കുമാണ് നമ്പർ കേന്ദ്രീകരിച്ച് പരിശോധിക്കുകയും ഒപ്പം തന്നെ ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പാകിസ്ഥാനിലുള്ളവരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായിട്ടുള്ള സുപ്രധാന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ ബംഗ്ലാദേശിലുള്ള ഇയാളുടെ അമ്മാവനുമായിട്ടും പതിവായിട്ട് സമ്പർക്കമുണ്ടായിരുന്നു. ഈ സമ്പർക്കത്തിൽ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ചിരുന്നത് അല്ലെങ്കിൽ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നത് എങ്ങനെ കേരളത്തിലേക്ക് ഇയാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ആയുധങ്ങൾ എത്തിക്കാമെന്നുള്ള കാര്യത്തിലാണ് ഇയാൾ ചോദ്യങ്ങൾ കൂടുതലും ഉന്നയിച്ചിരുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി കൂടി ഇയാളുടെ അറസ്റ്റിനെ തുടർന്ന് ഈ ഒരു കേസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. നീലിമ. സാനു, ഈ സ്ലീപ്പർ സെല്ലുകൾ സംസ്ഥാനത്ത് സജീവമാണ്. ഈ മതഭീകരതയുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ സംസ്ഥാനത്ത് സജീവമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് അതിഥി തൊഴിലാളികൾക്കിടയിലാണ് ഈ കൊടും ഭീകരൻ റഷീദുൾ ഇസ്ലാം പ്രവർത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തന്നെ അവരിൽ സംശയാസ്പദമായ ഈ ഭാരതീയ പൗരർ തന്നെയാണോ എന്ന് സംശയമുളവാക്കുന്ന ഒട്ടേറെ സംഗതികൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ കേട്ടതാണ്. പശ്ചിമ ബംഗാളിൽ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിലും അത്തരത്തിൽ ഈ അതിഥി തൊഴിലാളികളുടെ വലിയൊരു കൂട്ടം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നുണ്ട്. അതിൽ ഒരാളിനെയാണ് ഇപ്പോൾ ഭീകരബന്ധം ഉന്നയിച്ചുകൊണ്ട് ഭീകരബന്ധം തെളിയിക്കപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. അപ്പോൾ അതീവ സങ്കീർണമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ കേരളം കടന്നുപോവുകയാണ്. പക്ഷേ എത്രത്തോളം മാധ്യമങ്ങൾ ഈ വാർത്ത അതിൻ്റേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തു എന്നതുകൂടി പ്രശ്നമല്ലേ സാനു?
നീലിമ, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഈ പോലീസ് അടക്കമുള്ള ഏജൻസികൾ പരിശോധന നടത്തുമ്പോൾ പാരലായിട്ട് ഈ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്തും പെരുമ്പാവൂരും അടക്കം, അതേപോലെ ചങ്ങനാശ്ശേരി മേഖലകളിൽ നിന്ന് അടക്കം ഇത്തരത്തിലുള്ള പാരലായിട്ട് ആധാർ കാർഡ് അടക്കം നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ വിഷയങ്ങളിൽ സെൻട്രൽ IB അടക്കം പരിശോധന നടത്തുകയും NIA അടക്കം ഇതിൽ നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ആരാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നമ്മുടെ പോലീസ് സംവിധാനത്തിലില്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം വീഴ്ചകൾ ഉണ്ടാവുന്നതിന് പ്രധാന കാരണം. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് കേരളത്തിൽ വരുന്നവരാണ് പലപ്പോഴും സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന ആണികളായിട്ട് മാറുന്നത്. ഇത്തരക്കാരിൽ തന്നെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യുന്നതിന് ഇവരുടെ ഒരു കൃത്യമായിട്ടുള്ള രേഖകൾ പോലീസിൻ്റെ കയ്യിലില്ലാത്തതാണ് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാവാൻ കാരണം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ, ഈ കയ്പമംഗലത്തുണ്ടായ സംഭവത്തിൽ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. പോലീസ് വളരെ കുറച്ച് നാളുകളായിട്ട് ഇയാളെ നിരീക്ഷിച്ച് വരികയായിരുന്നു. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്ന് പരാതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു അന്വേഷണ പരിധിയിലേക്ക് വരുന്ന മറ്റൊരു കാര്യം, അതായത് ഇയാൾ മാത്രമാണ്, ഈ അസം സ്വദേശി മാത്രമാണോ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് സഹായം ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ ഇയാൾക്ക് താമസിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് ആരാണ്? ഒപ്പം തന്നെ ഇയാൾ ഇവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഇയാളെ ഏത് തരത്തിലാണ് അതീവ ഗൗരവമായ വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും വന്നിട്ടുള്ളത്. റോഷിദുൾ ഇസ്ലാം എന്ന് പറയുന്ന കൊടും ഭീകരനെ, മതഭീകരനെ, അസം സ്വദേശിയാണ്, തൃശ്ശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ 2012 പൂനെ സ്ഫോടന കേസിലെ പ്രതി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. അസ്ലം ഷബീർ ഷെയ്ഖ് എന്ന ബണ്ടി ജഹാദീർദാറാണ് കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ അഹല്യാനഗർ ജില്ലയിലെ ശ്രീരാംപൂരിലാണ് സംഭവം. 2012 പൂനെയിലെ ജംഗ്ലി മഹാരാജ് റോഡിൽ നടന്ന പരമ്പര ബോംബ് സ്ഫോടനങ്ങളിൽ വിചാരണ നേരിടുന്ന ആളുകളിൽ ഒരാളായിരുന്നു അസ്ലം ഷബീർ ഷെയ്ഖ്. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, NCPയുടെ വലിയൊരു സംരക്ഷണം ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്ന് നന്ദഗോപൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2012 ഒരു വിദേശിയടക്കം 12 പേരുടെ മരണത്തിനിടയാക്കിയതാണ് ഈ ജർമ്മൻ ബേക്കറി സ്ഫോടന കേസ്. ഇപ്പോൾ അജ്ഞാതരുടെ വെടിയേറ്റ് മുഖ്യപ്രതി കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും സൂചനയുണ്ടോ ഈ കൊലപ്പെടുത്തിയവരെ കുറിച്ച്? നിലിമ, ജഹാംഗീർ ധാർ ഇയാളൊരു കൊടും ക്രിമിനലാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ പേരിൽ ഈ അനധികൃത ഖനനം, അതേപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റമടക്കം, കൊലപാതകമടക്കം ഏതാണ്ട് 18ഓളം കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു. ഇന്നലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഇയാൾ സ്കൂട്ടറിൽ മടങ്ങുമ്പോൾ മറ്റ് 2 സ്കൂട്ടറുകളായി എത്തിയവർ ഇയാളെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് ഇയാളെ മർദ്ദിക്കുകയും ഒടുവിൽ ഇയാളെ പിസ്റ്റളുകൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊലയാളികളെ പറ്റി ഏകദേശ ധാരണ ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിനുപരി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. നേരത്തെ ദിലിമ സൂചിപ്പിച്ച പോലെ തന്നെ ഇയാൾക്ക് ചില NCP നേതാക്കളുമായും മറ്റും ബന്ധമുണ്ട്. ഇയാളുടെ അമ്മ NCP നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ NCP പ്രവർത്തകർ ഈ ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ വലിയ പ്രതിഷേധം നടത്തുകയൊക്കെ ഉണ്ടായി. ഏതായാലും പോലീസ് വളരെ ശാന്തമായി തന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇയാളെ 2012 പൂനെയിലെ നടന്ന ഒരു സീരീസ് ഓഫ് ബ്ലാസ്റ്റിൽ 5 ബ്ലാസ്റ്റ് ആയിരുന്നു അന്ന് നടന്നത്. അതിൽ ഇയാൾ മുഖ്യപ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2023 ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി പുറത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല 2006 നാസിക്കിൽ വെച്ചിട്ട് ഇയാളെ മിലിറ്ററി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ വിവരങ്ങൾ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇങ്ങനെ രാജ്യദ്രോഹ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ കൊലപാതകവും അനധികൃത ഖനനവും അടക്കം വലിയ രീതിയിലുള്ള ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തികളിൽ ഇയാൾ ചുക്കാൻ പിടിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ കൊലപാതകം എന്തുകൊണ്ടാണ്, ഏത് കാരണമാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണോ ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളാണോ എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും പോലീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നന്ദഗോപൻ, 2012 പൂനെ സ്ഫോടന കേസിലെ പ്രതി അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് S നന്ദഗോപൻ പങ്കുവച്ചത്.
ജനം TV വാർത്ത ശരിവെച്ച് SIT. ശബരിമലയിൽ നടന്നത് കൂടുതൽ സ്വർണ്ണ കവർച്ച. പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണമടക്കം 7 പാളികളിലെ സ്വർണം കൊള്ളയടിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുള്ളത്. അതേസമയം കേസ് അന്വേഷണത്തിൽ പുതിയതായി നിയമിച്ച ഉദ്യോഗസ്ഥന്റെ CPM ബന്ധവും പുറത്തുവന്നു. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപത്തിലെയും വ്യാളി രൂപത്തിലെയും പൊതിഞ്ഞ സ്വർണവും കടത്തിക്കൊണ്ടുപോയി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കേവലം ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളുകളിലും ഒതുങ്ങുന്നതല്ല കേസിന്റെ വ്യാപ്തി, അത് വലുതാണെന്നും അന്വേഷണ സംഘം റിപ്പോർട്ടിൽ പറയുന്നു. 7 പാളികളിലെ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച സ്വർണം വേർതിരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണത്തെക്കാൾ അധികം ഇനി കണ്ടെത്താനുണ്ട്. അതിനായുള്ള അന്വേഷണം നടക്കുന്നതായും അന്വേഷണ സംഘം റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി വളരെ വലുതാണെന്നും കൂടുതലിടങ്ങളിലേക്ക് സ്വർണം കടത്തിയിട്ടുണ്ടെന്നും ജനം TV 1 മാസം മുമ്പ് തന്നെ വാർത്ത നൽകിയിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരി റൊദ്ദം ജില്ലരി ഉടമ ഗോവർദ്ധനും ചേർന്ന് നടത്തിയ കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും കൂട്ടിനിന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം അന്വേഷണം അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും വിവരമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയമിച്ച ഉദ്യോഗസ്ഥന് CPM ബന്ധമുണ്ടെന്നാണ് വിവരം. CPM സർവീസ് സംഘടനയായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റാണ് ഇൻസ്പെക്ടർ റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾ. ഉദ്യോഗസ്ഥന്റെ CPM ബന്ധം പുറത്തായതോടെ ചുമതലയേൽക്കേണ്ട എന്ന് SIT മേധാവി ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും SIT അന്വേഷിക്കും. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യും. ആവശ്യമാണെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനും നീക്കം. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളിയിൽ നിന്നും എടുത്ത മൊഴി അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല. സ്വർണ്ണ കവർച്ചയിൽ ബന്ധമില്ലെന്നായിരുന്നു കടകംപള്ളിയുടെ മൊഴി. എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് നടത്തിയതാണെന്നുമാണ് കടകംപള്ളിയുടെ ന്യായീകരണം. ഇതോടുകൂടിയാണ് കടകംപള്ളിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കുന്നത്. പ്രധാനമായും കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണ സംഘം കേന്ദ്രീകരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. തുടർന്ന് കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യും. നിർണായകമായ ചോദ്യം ചെയ്യലിലൂടെ വിവരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കും. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. കേസിൽ ഉന്നതരായ പലരും ഇടപെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. രാഷ്ട്രീയപരമായും ഔദ്യോഗികപരമായും ഇടപെടലുകൾ നടത്തിയവരെ കണ്ടെത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും കേസിലെ മറ്റു പ്രതികളുമായും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കും. കൂടാതെ ഇവരുടെ മൊഴികളും രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവും MP-യുമായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പ്രമുഖർ കേസിലെ പ്രതികളുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സോണിയയുടെ പങ്ക് എന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോറ്റിയെ ആദ്യം വീട്ടിൽ കയറ്റിയത് ആരെന്നും ചോദ്യം. പോറ്റിയും സോണിയയുമായുള്ള ചിത്രത്തിൽ അടൂർ പ്രകാശും ആന്റണിയും വന്നത് എങ്ങനെയെന്നും ഇതിന് മറുപടി പറയേണ്ട ധാർമ്മികത കോൺഗ്രസിനുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത്. ആ നൽകാനുള്ള ബാധ്യത ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ. ഇവിടെ ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന 2 വ്യക്തികൾ, ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ, അതാണല്ലോ ഒരാൾ. മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാൾ. ഈ 2 പേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആന്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് 2 പേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത്? എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ? അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ? അത് ബാലിശമായ ഒരു പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെതിരെ ആരോപണങ്ങൾ മുറുകുകയാണ്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് വീണ S. നായർ. MLA പദവി ഉപയോഗിച്ച് സ്വന്തം സ്ഥാപനത്തിനു വേണ്ടി അനധികൃതമായി കരാറുകൾ നേടിയെടുത്തുവെന്നാണ് ആരോപണം. VK പ്രശാന്ത് നേതൃത്വം നൽകുന്ന വൈബ്കോസ് എന്ന സൊസൈറ്റിക്ക് വേണ്ടി ആക്കുളം അഡ്വഞ്ചർ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി ടെൻഡർ നടപടികൾ അട്ടിമറിച്ചുവെന്നാണ് ആക്ഷേപം.
വി.കെ. പ്രശാന്ത് നേതൃത്വം നൽകുന്ന വെബ്കോസ് എന്ന സൊസൈറ്റിക്കായി ആക്കുളം ലഷർ ആൻഡ് അഡ്വഞ്ചർ പദ്ധതിയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. ടെൻഡർ നടപടികൾ അട്ടിമറിച്ചും ചട്ടങ്ങൾ ലംഘിച്ചും കരാർ നടത്തിയെടുത്തുവെന്നാണ് കോൺഗ്രസ് നേതാവ് വീണായസ് നായരുടെ ആരോപണം. MLA എന്ന ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചാണ് കരാർ സ്വന്തമാക്കിയതെന്നും സർക്കാർ പദ്ധതിയെ സ്വകാര്യ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് വീണായസ് നായർ പറയുന്നത്. ആരോപണങ്ങൾക്ക് തെളിവായി നടപടികളുമായി ബന്ധപ്പെട്ട രേഖകൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങളിൽ പ്രതികരണവുമായി വി.കെ. പ്രശാന്ത് ഇതുവരെയും പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നടപടികളുടെ രേഖകളടക്കം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ആരോപണം. ജനം, തിരുവനന്തപുരം. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ അന്തിമ അതിവേഗ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. ആദ്യ സർവീസ് ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കും ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. സുരക്ഷയും ആഡംബരവും ഒരേപോലെ വാഗ്ദാനം ചെയ്യുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രാജ്യത്തിനാകെ അഭിമാനമാകുകയാണ്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അസമിലെ ഗുവാഹട്ടിക്കും പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയ്ക്കുമിടയിൽ സർവീസ് നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുക. യാത്രകളിൽ ലോകോത്തര സൗകര്യങ്ങളും സുരക്ഷയും ആധുനിക യാത്രാ അനുഭവം നൽകുമെന്നും നിരക്ക് വിമാനയാത്രാ നിരക്കുകളെക്കാൾ വളരെ കുറവായിരിക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. തേർഡ് എസിക്ക് ഭക്ഷണം ഉൾപ്പെടെ 2300 രൂപയും സെക്കൻഡ് എസിക്ക് 3000 രൂപയും ഫസ്റ്റ് എസിക്ക് 3600 രൂപയുമാകും ഏകദേശ നിരക്ക്. 20 ദിവസത്തിനുള്ളിൽ സർവീസ് തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പുതിയ ട്രെയിനിന്റെ ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചു. वंदे भारत स्लीपर उसका कंप्लीट ट्रायल टेस्टिंग सर्टिफिकेशन पूरा हो गया और पहला रूट गुवाहाटी से कोलकाता माननीय प्रधानमंत्री श्री नरेंद्र मोदी जी आगामी कुछ ही दिनों में इस रूट पर पहली वंदे भारत स्लीपर को इनॉग्रेट करेंगे, फ्लैग ऑफ करेंगे. ये रेलवे के लिए और देश के लिए और हमारे यात्रियों के लिए एक बहुत ही बड़ा माइलस्टोन है. രാജസ്ഥാനിലെ കോട്ട നാഗ്ദ റൂട്ടിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ മണിക്കൂറിൽ 180 കിലോമീറ്ററിൽ പരീക്ഷണ ഓട്ടം നടത്തിയത്. റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയത്. റൈറ്റ് സ്റ്റെബിലിറ്റി, ഓസിലേഷൻ, വൈബ്രേഷൻ ബിഹേവിയർ, ബ്രേക്കിംഗ്, എമർജൻസി ബ്രേക്കിംഗ് മുതലായവ തൃപ്തികരമാണെന്ന് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ വിലയിരുത്തി. 16 കോച്ചുകളായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കുള്ളത്. റെയിൽ ഗതാഗത രംഗത്തെ സ്വയം പര്യാപ്തതയിൽ നിർണായക ചുവടുവയ്പ്പാണിതെന്ന് ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കി. ജനം, ഡൽഹി. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിന് കളമൊരുങ്ങുന്നു. മുംബൈ അഹമ്മദാബാദ് പാതയിലാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക. ആദ്യഘട്ടത്തിൽ സൂററ്റ് മുതൽ ബിലിമോറ വരെയാണ് സർവീസ്. പിന്നീട് 4 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തിയാക്കും. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള 508 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ 17 മിനിറ്റിൽ ട്രെയിൻ പിന്നിടുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു മുതൽക്കൂട്ടാകും बुलेट ट्रेन। पहला सेक्शन है सूरत से बिलीमोरा ओपन होगा, उसके बाद में वापी से सूरत ओपन होगा, उसके बाद में वापी से अहमदाबाद ओपन होगा और उसके बाद में ठाणे से अहमदाबाद ओपन होगा, फिर मुंबई से अहमदाबाद होगा। 1 by 1 सीक्वेंस। हाँ, अंडर बता सकते सर 2027 का अगस्त 2026, 15 अगस्त 2027। പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നയിക്കാൻ പ്രാദേശിക ടീമിനെ സജ്ജമാക്കി അമിത്ഷാ. സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ദിലീപ് ഘോഷ്, സുഗാത മജുംദാർ, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി എന്നിവരടങ്ങുന്ന 4-അംഗ സംഘമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക. ദിലീപ് ഘോഷിന്റെ മടങ്ങിവരവ് ബംഗാളിൽ ബി.ജെ.പിക്ക് കൂടുതൽ കരുത്ത് പകരും. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന മട്ടിലാണ് പശ്ചിമബംഗാളിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ബി.ജെ.പിയുടെ സ്വപ്ന സമാനമായ ടീമിനെയാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയും തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൽ മികച്ച സ്ട്രൈക്ക് റേറ്റുമുള്ള ഭൂപേന്ദ്ര യാദവും ബി.ജെ.പിയെ ത്രിപുരയിൽ ആദ്യമായി അധികാരത്തിലെത്തിച്ച ബിപ്ലബ് കുമാർ ദേബുമാണ് തെരഞ്ഞെടുപ്പ് ഇൻചാർജും സഹ ഇൻചാർജും. ഇതുകൂടാതെ സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ദിലീപ് ഘോഷ്, സുകാന്ത മജുംദാർ, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി എന്നിവരടങ്ങുന്ന 4-അംഗ സംഘത്തെയും അമിത്ഷാ സജ്ജമാക്കിയിട്ടുണ്ട്.
ആക്രമണാത്മക ശൈലി പിന്തുടരുന്ന ദിലീപ് ഘോഷിന്റെ മടങ്ങിവരവ് ബംഗാളിൽ BJPക്ക് കൂടുതൽ കരുത്തു പകരും. പശ്ചിമ ബംഗാളിലെ ഏറ്റവും മികച്ച BJP അധ്യക്ഷനായി ദിലീപ് ഘോഷ് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ BJP നിയമസഭയിൽ 3 സീറ്റുകളിൽ നിന്നും 70-ലധികം സീറ്റുകളിലേക്കും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിലേക്കും വളർന്നിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റവും കൊടിയ അഴിമതിയുമാണ് മമതാ ബാനർജിക്കെതിരെ BJP ഉയർത്തുന്ന പ്രചാരണ വിഷയങ്ങൾ. മമതാ ബാനർജിയുടെ ഭരണത്തിൽ ഇവ രണ്ടും നിയമപരമായി മാറിയെന്നും അതിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് കൊൽക്കത്ത പോലുള്ള മഹാനഗരങ്ങൾ പോലും സുരക്ഷിതമല്ലെന്നും BJP മുന്നറിയിപ്പ് നൽകുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കേവലം ചർച്ചകൾ മാത്രമല്ല പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭാരതം എല്ലാവർക്കുമുള്ളതാണെന്നും ജാതിമത ഭാഷാഭേദങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ വേർതിരിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്തർസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ചാണ് മോഹൻ ഭാഗവത് നിലപാട് വ്യക്തമാക്കിയത്. ഡെറാഡൂണിൽ ത്രിപുരയിലെ വിദ്യാർത്ഥി വംശീയ വിദ്വേഷത്തിനിരയായി കൊല്ലപ്പെട്ടതും അദ്ദേഹം പരാമർശിച്ചു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന ഹിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു सरसंघचालक. हमारे घर के मित्र घर उन सब लोगों में होने चाहिए. नित्य आना जाना, उठना बैठना, खाना पीना, सुख दुख में सहभाग जैसे मित्रों का आपस में होता है, मित्र कुटुंबों का आपस में होता है, वैसा हमारा होना चाहिए. आज से शुरू कीजिए. जात नहीं देखना, पात नहीं देखना, कितना पैसा कमाता है नहीं देखना, भाषा कौन सी नहीं देखना, सब अपने हैं. सब भारतवासी मेरे अपने हैं, पूरा भारत मेरा अपना है. और इसलिए केवल भाषण नहीं दूंगा, मैं अपने मित्र सब लोगों में बनाऊंगा. इसको कहते हैं सामाजिक समरसता. मन का भाव सबको अपना मानता है. സംസ്ഥാനത്ത് വ്യാജ മരുന്ന് മാഫിയ പിടിമുറുക്കുന്നു. ഗുണനിലവാരമില്ലാത്ത വ്യാജമരുന്നുകൾ വ്യാപകമായി വിപണിയിലെത്തുന്നതായാണ് വിവരം. സംസ്ഥാനത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ മതിയായ ഡ്രഗ്സ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇല്ല എന്നതും വിപണിയിൽ വ്യാജമരുന്നുകൾ വ്യാപകമാകാൻ കാരണമാകുകയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. സംസ്ഥാനത്ത് ഏകദേശം 24,000 മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. വൈറൽ പനി മുതൽ മറ്റ് ഗുരുതര രോഗങ്ങൾക്ക് വരെ ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകളുടെ രൂക്ഷമായ ക്ഷാമവും ഗുണനിലവാരക്കുറവും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ പലതവണ കൊണ്ടുവന്നിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുടെ സ്റ്റോക്കില്ലാതായതോടെ രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇതിനിടയിലാണ് ഗുണനിലവാരമല്ലാത്തതും വ്യാജവുമായ മരുന്നുകൾ വിപണിയിൽ വ്യാപകമായി എത്തുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. വ്യാജമരുന്ന് മാഫിയകൾക്കെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇത്തരം മരുന്നുകൾ രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്തുടനീളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ മതിയായ ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥരില്ലാത്തതും ആശങ്കയുണർത്തുന്നു. ജീവനക്കാരുടെ ക്ഷാമം മൂലം പരിശോധനകൾ കാര്യക്ഷമമല്ലാതാകുകയും ഇതുവഴി വ്യാജമരുന്ന് മാഫിയകൾക്ക് വഴിയൊരുങ്ങുകയും ചെയ്യുന്നതായാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.